കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഓരോ ഫീച്ചറുകളും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഫ്ലൈറ്റ് മോഡിനകത്തുള്ള ഫീച്ചറുകൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ DND എന്നൊരു ഫീച്ചർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമ്മളിന്ന് പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സെറ്റിങ്സുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു സെറ്റിങ്സിലെ 5 വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ മൊബൈൽ ഫോണിൽ ആക്സസിബിലിറ്റി എന്നൊരു ഫീച്ചർ ഉണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി എന്നൊരു ഫീച്ചറുണ്ട്. MI ഫോണിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്സസിബിലിറ്റി എന്ന ഒരു സെറ്റിങ്സ്. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി എന്ന ഫീച്ചർ എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങളിവിടെ ആക്സസിബിലിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ആക്സസിബിലിറ്റി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 സെറ്റിങ്സുകൾ നമുക്ക് വ്യത്യസ്തമായ ഫീച്ചറുകൾ ചെയ്തു വെക്കാൻ സാധിക്കും. ഈ ഫീച്ചറുകൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത് ടാൽക്ക് ബാക്ക് എന്ന ഒരു ഫീച്ചറുണ്ട് നമ്മുടെ ഈ ആക്സസിബിലിറ്റി എന്ന് കാണുന്ന ഭാഗത്ത്. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മൊബൈലിലോട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ പ്രത്യേക ഫീച്ചർ ഓൺ ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഫീച്ചറുകൾ നമുക്ക് ഓരോന്നും ഈ ഒരു മൊബൈൽ ഫോൺ തന്നെ പറഞ്ഞു തരും. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്യാണ്, കേൾക്കാൻ സാധിക്കും. To unread from WhatsApp. Double tap to activate, double tap and hold to long press. അതായത് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് പറഞ്ഞു തന്നു. ഇനി അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു തന്നു. ഈ ഒരു ഫീച്ചർ പ്രത്യേകിച്ച് കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഫീച്ചറാണ്. നമ്മൾ ഈ ഒരു ഭാഗം എനേബിൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഏതാണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കാണാൻ സാധിക്കും ഞാൻ ഫേസ്ബുക്ക് സെലക്ട് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞു തന്നു. കൂടാതെ ഇത് അതേ സ്ഥലത്ത് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തരും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാണ്, കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ലോക്കിലാണ് കിടക്കുന്നതെന്ന് ആ ഒരു ലോക്ക് ഓപ്പൺ ചെയ്ത് തരാനാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിലെ ഓരോ ഫീച്ചറുകളും നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ഈ മൊബൈൽ ഫോൺ തന്നെ നമുക്ക് കേൾപ്പിച്ച് തരും. അത്തരത്തിലുള്ളൊരു ഫീച്ചറാണിത്. നമുക്ക് ചില മൊബൈൽ ഫോണിൽ വളരെ ഈസി ആയിട്ട് അത് ഓഫ് ചെയ്യാനും സാധിക്കും. MI ഫോണുകളിൽ അത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും വോളിയം പ്ലസ് ബട്ടണും വോളിയം ഡൗൺ ബട്ടണും ഒരേ സമയം 3 സെക്കൻഡ് പിടിച്ചു നിന്നാൽ ഇത് ഡൗൺ ആയി പോകും. അതായത് ഈ ഒരു ഫീച്ചർ ഡിസ്കണക്റ്റ് ആയിട്ട് പോകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിക്കൊണ്ട് ആ ഒരു നമ്മൾ എനേബിൾ ചെയ്ത ഭാഗം ഡിസേബിൾ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഓഫ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത് സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വലത് ഭാഗത്തൊരു ഈ ഒരു ഫീച്ചർ ഇവിടെ ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ ഈ ഒരു ഓപ്ഷൻ അധികമായിട്ട് വന്ന് കാണാൻ സാധിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ഫീച്ചറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. നമ്മളത് ആ ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന കാര്യം എന്താണെന്ന് ഇത് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഒരു ഭാഗം ടച്ച് ചെയ്യുമ്പോൾ ഇത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വായിച്ച് കളിപ്പിക്കുന്ന ടെക്സ്റ്റ് അതാണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക, തുടർന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുറംപിക്കിലെ ഒലാസെഡിലിരുൺ കരന്ന ആരം ക്ലസുക്കറിക് മന്ത്രിയൂട്ട് വിലിയറ്റി ഊട്ടുവിറ്റ് നാക്ക ഉത്തരവ് കലക്ടറാരം സൈഫ് വിപ്പമോട്ടിയറ്റി. ഇവിടെ കേൾക്കാൻ സാധിക്കും അത് ഒരു കൃത്യമായ മലയാളമല്ല, എന്നാലും നമുക്ക് ഗൂഗിളിൻ്റെ മലയാളമാണ്. അത് ഏകദേശം അത്രത്തോളം ആ മലയാളത്തിൻ്റെ സെയിം നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ഉള്ള ടെക്സ്റ്റുകളാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് കേൾപ്പിച്ചു തരും. നമുക്ക് അറിയാത്ത സംഗതികളൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനും കേൾപ്പിച്ചു തരാൻ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപകാരപ്പെടും.
നമുക്കിത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അതേ സ്ഥലത്ത് തന്നെ സെലക്ട് ടു സ്പീക്ക് എന്ന് കാണുന്ന ആക്സസിബിലിറ്റി ഭാഗത്ത് നമ്മൾ എനേബിൾ ചെയ്ത് ഇതുപോലെ ഡിസേബിൾ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ആക്സസിബിലിറ്റിയിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ ഗസ്റ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്ക്രീനിലോട്ട് വരുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾക്ക് കാണാത്ത ചില സംഗതികൾ, ചില ടെക്സ്റ്റുകളൊക്കെ നമുക്ക് സൂം ചെയ്ത് തരും ഈ ഒരു ഭാഗം. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം. ഈ ഒരു മൊബൈൽ സ്ക്രീനിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സൂം ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു സ്ക്രീനിൽ 3 തവണ ഒന്ന് ടാപ്പ് ചെയ്യുക ഒരേ സമയം. അപ്പോൾ കാണാൻ സാധിക്കും ഒരു പ്രത്യേക ഫീച്ചറിലാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ വന്നത്. ഇത് നമുക്ക് നമ്മുടെ വിരൽ ഉപയോഗിച്ചൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സൂമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു സൂമിങ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് സൂമിങ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ സൂം ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ 3 തവണ നമ്മൾ ഒരേ സമയം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫേസ്ബുക്ക് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫേസ്ബുക്കിൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് മുകളിൽ ഒരു 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അപ്പം കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റ് സൂമായി വന്നിട്ടുണ്ട്. നമുക്ക് എന്താണോ ആ ടെക്സ്റ്റ് ഇതുപോലെ സൂം ചെയ്ത് കാണാൻ നമ്മുടെ മൊബൈൽ സൗകര്യമുണ്ട്. അപ്പോൾ ചെറിയ ടെക്സ്റ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെറിയ ടെക്സ്റ്റൊക്കെ കാണുമ്പോൾ ഈ ഒരു മാഗ്നിഫിക്കേഷൻ ഗസ്റ്റർ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് ഒന്ന് 3 തവണ, അതായത് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഫീച്ചറാണ് ആക്സസിബിലിറ്റിയിൽ. ഈ ഫീച്ചറുകളൊന്നും പല സുഹൃത്തുക്കൾക്കും അറിയില്ല. നമ്മുടെ മൊബൈൽ ഫോൺ അകത്ത് തന്നെയുള്ള ഫീച്ചറുകളാണ്. ഇത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ എനേബിൾ ചെയ്തത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് ഹൈ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തൊട്ട് താഴെ തന്നെയായിട്ട്. നമുക്ക് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ അല്പം ഒന്ന് മങ്ങി കിടക്കുന്ന ടെക്സ്റ്റുകളൊക്കെ ഒന്ന് അത്യാവശ്യം ബോൾഡായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ആ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അത് എനേബിൾ ചെയ്യാൻ പോവാണ്. കണ്ടല്ലോ, നമ്മുടെ സ്ക്രീനിൽ ഉള്ള ആ ടെക്സ്റ്റുകൾ തന്നെ നമുക്കൊന്ന് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് വന്നു. ഞാൻ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റുകളെല്ലാം ആ ഒരു മങ്ങി കിടക്കുന്ന ടെക്സ്റ്റുകളൊക്കെ അതേ സ്ഥാനത്തേക്ക് തന്നെ പോയി. നമുക്ക് ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും ഇതെല്ലാം അത്യാവശ്യം മങ്ങിയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മളത് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് പോയാൽ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു അല്പം ഒന്ന് ബോൾഡായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഫീച്ചറാണ് ഹൈ കോൺട്രാസ്റ്റ്. ഇത് ഇത്തരത്തിൽ ചെറിയ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ അത് നല്ല തെളിയിച്ച് കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ്. 5ാമത്തെ ഒരു ഫീച്ചറാണ് കളർ ഇൻവേർഷൻ എന്നൊരു ഓപ്ഷൻ ഏറ്റവും അവസാന ഭാഗത്ത്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഡാർക്ക് തീമിലേക്ക് മാറും. അതായത് നമ്മുടെ രാത്രി കാലങ്ങളിലൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് കൂടുതൽ ആയാസം നൽകുന്നതിന് ഈ ഒരു ഫീച്ചർ ഉപയോഗപ്പെടും. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറും നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും. നമുക്കറിയാം വാട്സപ്പിലൊക്കെ ഡാർക്ക് തീം വരുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഡാർക്ക് തീമിലേക്ക് മാറ്റാനുള്ള ഫീച്ചറാണ് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. അല്പം ഒന്ന് ഒരു നമ്മുടെ ഫോൾഡറുകളും അതുപോലെ തന്നെ വാട്സപ്പിലെ ഫോട്ടോസുകളൊക്കെ ഒരു നെഗറ്റീവ് സൈസിലുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സൊക്കെ നമുക്ക് ഏകദേശം ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് രാത്രി കാലങ്ങളൊക്കെ ഒരുപാട് സമയത്തേക്ക് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ ഡാർക്ക് തീമിലേക്ക് മാറിയത്. ഇത്തരത്തിൽ നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ്. നമുക്കത് ഡിസേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത ആക്സസിബിലിറ്റി നമ്മൾ എനേബിൾ ചെയ്ത ആ ഒരു കളർ ഇൻവേർഷൻ എന്ന് കാണുന്ന ഭാഗം ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. നമുക്ക് നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആക്സസിബിലിറ്റി സെറ്റിങ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഫീച്ചറുകൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലെ ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്ന് കാണുന്ന ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.